മക്കളെ, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയിട്ട് ഈ അച്ഛൻ എന്തൊരു ഗിഫ്റ്റാണ് നിനക്ക് തരാൻ പോണെന്ന് അറിയാമോ? എന്തിനച്ചാ? പൈനാപ്പിൾ 75 Pro Max. മക്കൾക്ക് ഈ പുന്നാരമ്മ ബർത്ത്ഡേ ആയിട്ട് എന്തിനാണ് തരാൻ പോണെന്ന് പറയട്ടാ. എന്തിനമ്മ പറയ്. അത്തച്ചിട്ട് കെട്ടി വാങ്ങിച്ച കോട്ടയം ഡക്ക് 390. ഹായ് KTM ഡൂക്ക് 390. അങ്ങനെ പറയാം. അനിയ, നിന്റെ ഈ ചേട്ടൻ സ്നേഹസമ്മാനമായി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് വലിയ 7500 ബക്സിന്റെ നക്കീല ഷൂ ആണ്. ഓ മൈ ഗോഡ്, താങ്ക്സ് അച്ഛേട്ടാ. ഞാൻ എടുത്ത് തരട്ടെ? തന്നു. മക്കളെ, ഇനി ഞാൻ ഒരു സത്യം പറയട്ടാടാ. എന്താണെങ്കിലും പറയച്ചാ. ഇതെല്ലാം നിന്റെ സ്വപ്നം ഒരുതടാ. നിനക്ക് ഞാൻ ഉണ്ട വാങ്ങിച്ചു തരാടാ പട്ടി. നിനക്ക് കോട്ടയം ഡക്കല്ല, കൊട്ടപ്പാക്ക് വാങ്ങിച്ചതാ ഞാൻ. നക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂടാ നീക്ക. സ്വപ്നം കണ്ട് കിടക്കാതെ എണീറ്റ് വല്ല പണിക്കും പോടാ. സ്വപ്നം ഇരുന്ന സ്വപ്നത്തിലാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് തന്നല്ല. 23 വയസ്സായ ചുള്ളന്താ നിക്കണം. താടിയൊക്കെ അങ്ങ് വളർന്ന് കാട് കണക്കായി. വെട്ടണം. അമ്മ, അച്ഛാ, ചേട്ടാ. അമ്മ, അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുവാണോ? ഇല്ലടാ, അടുപ്പിൽ തീ കൂട്ടിയേ ഞാൻ ഫയർ ഡാൻസ് കളിച്ചോണ്ടിരിക്കണം. ഈ അമ്മയുടെ ഒരു കോമഡി. അമ്മ, പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇന്നാ കറണ്ട് ബില്ല് അടിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നല്ലേ? അതല്ല, വേറെ. വേറെയാ? റേഷൻ വാങ്ങിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നല്ലേ? പോയി വാങ്ങിച്ചോണ്ട് വാ. അതൊന്നും അല്ല, ഇന്നമ്മയുടെ ഈ പുന്നാരമോന്റെ ബർത്ത്ഡേ ആണ്. ഓ, ആ ദാരിദ്ര്യം പിടിച്ച ദിവസം ഇന്നാണല്ലേ? ചിരിക്കി, നിങ്ങളെ മോന് 23 വയസ്സായി. ആണോ? എങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ടേ അടുത്ത ആഴ്ച മോനെ കല്യാണം ഞാൻ നടത്തി തരട്ടെ. അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ ആയിക്കോട്ടെ. അയ്യോ, ഇങ്ങോട്ട് വന്നേ നീ. വന്ന്. ഇങ്ങോട്ട് നിന്നേ നീ. നിന്ന്. നിന്നല്ല, ആദ്യം കിടന്നുകൊടുത്ത ബസ്സിൽ പോയി കഴിയുക. അവന്റെ കല്യാണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ചിന്നത്തീപ്പൊരി കൊഞ്ചിലകളെ വലുതായി ചെറുതായി കൊഞ്ചണമേ അന്നു കണ്ണു കട്ടിപ്പൊളി കുന്നു കട്ടിക്കൊളി. അമ്മയ്ക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മ കാണൂലേ, പക്ഷെ അച്ഛൻ എന്തായാലും ഓർമ്മ കാണും. അച്ഛാ, എന്താ? അയ്യോ, കരോക്കി പോയി. കുഞ്ചലമേ അൽവാരി കുഞ്ഞമേ എല്ലാം പോയി പുള്ളി. എന്താ മക്കളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് അച്ഛൻ അറിയാമോ? ഇന്നത്തെ പ്രത്യേകത മക്കിനിരാ ഇന്നലെ തെങ്ങിന് തേങ്ങയിടാൻ വരുമെന്ന് പറഞ്ഞത്. രാവിലെ പറഞ്ഞേ, എന്റെ ചെന്നെങ്കിലെ കരിക്കും വിടാൻ പറയണേ. ഒരു നാളായി വെച്ചിട്ട്. അതല്ല, വേറെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. പ്രധാനപ്പെട്ട ഇന്ന് 1-ാം തീയതി അല്ലേടാ? സാധനം കിട്ടൂല. ജവാൻ മാർഗനെ വിളിച്ചു പറയട്ടെ, ഞാൻ സാധനം എടുത്ത് വെച്ചേക്കാൻ. ഓപിച്ച നന്നായി. അതല്ല അച്ഛാ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എൻ അൻപ് മകന് ഇന്ത അപ്പാവോടെ പുറന്തുതാൾ വാഴ്ത്തുക്കൾ. താങ്ക്സ് അപ്പ. വാഴ്ത്തുക്കള് മാത്രമേ ഉള്ളൂ, സമ്മാനമൊന്നുമില്ലേ? എന്റെ ഒന്നുമില്ല. മക്കൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു സ്കൂളിൽ പാട്ട് പാടി ബർത്ത്ഡേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനേക്കാളും എന്റെ നെഞ്ചത്ത് റീത്ത് വെക്കണല്ലേ അച്ഛാ നല്ലത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ, റീത്ത് വാങ്ങിയ പൈസ ഇല്ല, അല്ലെങ്കിൽ 2 വാങ്ങിച്ചേനെ ഞാൻ. മക്കൾ അമ്മയടുത്ത് പറഞ്ഞ അരിയില്ലാത്ത അരി പായസവും അടയില്ലാത്ത അടപ്രഥമനൊക്കെ ഉണ്ടാക്കാൻ പറ. ഞാൻ സ്കൂളിൽ 2 പാട്ട് പാടിക്കോട്ടെ പ്ലീസ് മിസ്റ്റർ ബി. ഓക്കെ? ഓ, പറയാ അച്ഛാ. Who even writes this much? All okay? Yeah. 50 slides, now in 5 lines. Lenovo, damn the odds. ബർത്ത്ഡേ ആയിട്ട് ആരും സ്റ്റാറ്റസ് ഇട്ട് കണ്ടില്ലല്ലോ.
സ്വന്തം അമ്മയ്ക്കും അച്ഛനും പോലും ഓർമ്മയില്ല, പിന്നല്ലേ നാട്ടുകാർക്ക്. ഛേ, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആവാതാ. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു കൂട്ടി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വാ. ബർത്ത്ഡേ അല്ലേ? കണ്ട എല്ലാ ക്ണാപ്പന്മാരും US, UK, കാനഡ എന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയി. ഇനി നാട്ടിൽ ഏത് ബ്രണ്ട്? നന്നായി. ആ പിന്നെ നിന്റെ പഴയ എക്സില്ലേ, അവളെ കല്യാണം എന്നായിരുന്നു? അതൊക്കെ എന്തിനാ നീ ഇപ്പൊ പറയണ? ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പൊ ഞാനെന്തെങ്കിലും അറിഞ്ഞു തരണ്ടേ നിനക്ക്? ബർത്ത്ഡേ ആയിട്ട് ഇതാടാ തരണ പുല്ലേ. ഇതല്ലാതെ വേറെ തരാം. ദാ, ഇന്നലെ കവലയിൽ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന് AEയുടെ വക നിനക്ക് ഗിഫ്റ്റ് 1000 രൂപ. ഹാപ്പി ആയില്ലേ? നിനക്ക് നല്ലതൊന്നും പറയാനില്ലേടാ? തീർച്ചയായും ഉണ്ട്. നിന്റെ സപ്ലിയുടെ റിസൾട്ട് വന്ന് പറയട്ടാ? അയ്യോ വേണ്ട വേണ്ട, പോ 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 പോ. ആ, പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. താങ്ക് യുടാ ചേട്ടാ. അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും ഇല്ലെങ്കിലും SBI എന്റെ ബർത്ത്ഡേ ഓർത്ത് വെക്കുന്നുണ്ടല്ല, അത് മതി എനിക്ക്. താങ്ക് യു SBI. മക്കളെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ചന്ദ്രി മാമിയാ? മാമിക്ക് എങ്ങനെ അറിയാം എന്റെ ബർത്ത്ഡേ എന്നാണെന്ന്? എങ്ങനെ അറിയാന്നാ? മക്കൾ ജനിച്ചതിന്റെ ഇവിടെ വെള്ളപ്പൊക്കം വന്നത്. അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും? ആ അതൊക്കെ പോട്ട്, ഇത് പിടിക്ക്. മാമിക്കെങ്കിലും തോന്നിയില്ല എന്റെ ബർത്ത്ഡേക്ക് പായസം ഉണ്ടാക്കി തരാൻ? അയ്യോ ഇത് പായസമൊന്നുമല്ല. പിന്നെ ഇവിടുത്തെ കോഴിക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന വേസ്റ്റ്. മക്കൾ കൊണ്ടുപോയി കഴിച്ചോ? മക്കൾക്ക് തരുന്നതും കോഴിക്ക് കൊടുക്കണതൊക്കെ ഒരുപോലെ തന്നെ. അപ്പൊ പോട്ടാ. അയ്യോ പിന്നെ വൈകുന്നേരം കേക്ക് കൊണ്ടുവരുമോ? കേക്ക് വാങ്ങണമെങ്കിൽ വിളിക്കണം മാമിയ. മാമി വന്ന് വൈകുന്നേരം കഴിക്കും. വിളിക്കാം. പോടാ. ഞാൻ വെറുതെ പറഞ്ഞാണ്, വേസ്റ്റ് ഒന്നും എടുത്ത് കഴിക്കല്ലേ. ചെറുക്കന്റെ ജന്മദിനം ഓർത്തു വെക്കാത്തത് വളരെ മോശമായി പോയി. എവന്റെ ബർത്ത്ഡേ മാത്രമേ ഞാൻ ഓർത്തു വെക്കാതുള്ളൂ, ബാക്കി എല്ലാവരെയും കാണാപ്പാടാണ് എനിക്ക്. എങ്കിൽ എന്റെ എന്നാണെന്ന് പറയച്ചാ? അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. മെയ് കഴിഞ്ഞുള്ള ജൂൺ. ജൂണിലെ നില മഴയിൽ. ഇംഗ്ലീഷ് മാസം പറഞ്ഞ് പാട്ടുപാടി കളിക്കാനല്ല പറഞ്ഞ. അത് ഡിസംബർ 10, 15, 20, 25, 26. ഡിസംബർ 25 അല്ലേ? ഫസ്റ്റ്. ഇപ്പൊ ഇതാണ് ഇവിടുത്തെ വിഷയം. നമുക്ക് ഇളയ ചെറുക്കിന്റെ വിഷമം എങ്ങനെയും മാറ്റി കൊടുക്കണം. നമുക്കേ അവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലാ? വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ അവന്റെ പ്രായത്തിന് പറ്റിയ എന്തരുണ്ട്. എടി നമുക്ക് വല്ല കളിപ്പാട്ടും വാങ്ങിച്ചു കൊടുക്കാം. മറ്റേ കോരിയിടുന്ന റിമോട്ട് JCB ഇല്ലേ, അതാ പിന്നെ മൂട്ടി തിരിക്കുമ്പോ ഇങ്ങനെ അടിക്കണ കുരങ്ങനൊക്കെ കിട്ടും. നല്ല രസമാണ്. ചെറുക്ക് അറുമാതിക്കും. അതിന് വാങ്ങിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നാ മതി. സത്യം, കറക്റ്റ് ഫിഗർ ആയിരുന്നു. പറയണ്ടായിരുന്നു പുല്ല്. അവന്റെ അടുത്ത് തന്നെ ചോദിക്കാടാ എന്തൊരു വേണോന്ന്. അപ്പോഴവൻ പറയും ഒരു ഫോണും ബൈക്കും എടുത്തു കൊടുക്കാൻ ഉണ്ടാ. അയ്യോ എങ്കി വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. വേണ്ട, ഞാൻ ഒരു കാര്യം പറയാം. മൂട്ടിന്ന് വലിച്ചു വിടുമ്പോ പൊളന്നുകൊണ്ട് പോകുന്ന ഒരു കാറ് കിട്ടും. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചു കൊടുത്താൽ മതി. ബെസ്റ്റ് ചോയ്സ് ആണ്. ഇങ്ങനെ മൂട്ടിന്ന് വിട്ട് തീർന്നില്ലേ? കളിപ്പാട്ടത്തിനെ പറ്റി ഇവക്കെന്തിനും അറിയാം. ഒരു സിമ്പിൾ പരിപാടിയുണ്ട്. അവ അറിയാതെ അവന്റെ റൂം ഡെക്കറേറ്റ് ചെയ്ത് ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ചു വെക്കാം. അവനൊരു സർപ്രൈസും ആവും. വൈകുന്നേരം അവനെ കൊണ്ട് ഞാൻ മുറിപ്പിക്കുകയും ചെയ്യാം. ആ അത് കൊള്ളാം. കേക്ക് വാങ്ങിക്കുന്നത് റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന അവനെ അറിയിക്കല്. പിന്നെ എന്തരച്ചാ നിന്റെ ബർത്ത്ഡേ ജനുവരി 12 അല്ലേ? എനിക്കറിയാം. മക്കളെ, ഞാനും അമ്മയും കൂടെ റൂം ഡെക്കറേറ്റ് ചെയ്ത് കേക്കൊക്കെ സെറ്റ് ചെയ്യാം. നീ അവൻ വരുമ്പം ഒരു കാരണവശാലും അകത്ത് കയറ്റരുത്. സർപ്രൈസ് പൊളിയും. എന്തോണോ പ്രയോഗിച്ചോ നീ? ഓക്കെ ഓക്കെ അച്ഛാ, അവൻ ഒരിക്കലും കയറൂല. അതെന്റെ വാക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ രാവിലെ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, പിന്നെന്തിന് വീണ്ടും വീണ്ടും ഇങ്ങനെ കിടന്ന് പറയണ? വെറുതെ പ്രാവശ്യം ഇരിക്കട്ടെ. എവിടെ പോണ്ടാ? റൂമിലടാ. അപ്പൊ നീ ഇപ്പൊ റൂമിൽ കയറണ്ട. അതെന്ത്? നീ അറിഞ്ഞില്ലായിരുന്നാ ബർത്ത്ഡേക്കാര് ഇടയ്ക്കിടയ്ക്ക് റൂമിൽ കയറണത് അവരുടെ ആയുസ് കുറയ്ക്കുമെന്ന് കാണി പയ്യൂര് TV യിൽ പറഞ്ഞത് അച്ഛൻ കേട്ട് അത് അമ്മയടുത്ത് പറഞ്ഞ് അങ്ങനെ ഞാൻ അറിഞ്ഞു. ഓ പിന്നെ അവിടെ മാറാ. ഞാൻ പറഞ്ഞതില്ലേ നിന്റെ ആയുസ് കുറയുമെന്ന്. ഒരു ചേട്ടൻ എന്ന രീതിക്ക് അനിയനെ ഉപദേശിക്കില്ലെന്ന് കരുതിയാ മതി. മാറാ അങ്ങോട്ട്. മാറിവിടാ ഞാൻ. മാറൂല.
മാറൂല അയ്യോ, മാറൂലടാ ഞാൻ. ഇതെന്താ വട്ടം മുട്ടം നിറങ്ങി കളിക്കണം? സമ്മതിക്കൂല. അതെ, അവനെങ്ങാനും കയറി വരോ? എടി മല പോലെ മൂത്തോൻ വെളിയിൽ നിൽക്കല്ലേടി. അപ്പൊ എന്ത് വില കൊടുത്താലും അവൻ അകത്ത് കയറ്റൂല, അതെനിക്ക് ഉറപ്പാണ്. നീ പണി വേഗം. മാറൂലടാ ഞാൻ. മാറൂലടാ ഞാൻ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേടാ റൂമിൽ കയറ്റൂലടാ പന്നി. ഇനി കേറോടാ നീ. കേറായി നീ. നിനക്കിനി കേറണോടാ. കേറ്റാടാ ഞാൻ നിന്റെ. ചത്ത അടിച്ചവന് മണ്ട പൊട്ടിക്കാത്ത ഭാഗ്യം. എന്നാലും നീ എന്റെ വാക്കിന് ഇത്രയും ആത്മാർത്ഥത കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. ഉയിര് കൊടുത്തു എന്റെ വാക്ക് ഞാൻ പാലിക്കു വച്ചാ. അവന്റെ ഉയിര് പോയി. മക്കളെ, കേക്ക് മുറിക്കണില്ലേ? മെഴുകുതിരി ഊതിയാണാ? അങ്ങോട്ട് ആ യൂതറ. ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.